ഇനിയും അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെക്കുറിച്ച് ഖുർആനിൽ തന്നെ പറഞ്ഞിടത്തൊക്കെ പല വിധത്തിൽ ധാരാളം പ്രത്യേകതകൾ എടുത്ത് പറയുന്നുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ഭരണ നിപുണതയും ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. ഭരണരംഗത്ത് അങ്ങനെ ഉണ്ടാവുമല്ലോ, തിരക്ക് പിടിച്ച ഒരാളാവുമ്പോൾ ഭരിക്കാനൊക്കെ വേറെ ആൾക്കാരിക്കും, അദ്ദേഹത്തിന് അതിനുള്ള ബുദ്ധിയൊന്നും ഉണ്ടാവില്ല. അദ്ദേഹം ഒരു പാവ ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയൊന്നുമല്ല. അദ്ദേഹം അതിലൊക്കെ വളരെ 40 കൊല്ലം ഭരണം നടത്തിയിട്ടുണ്ട്. നമ്മൾ പഠിച്ചു നോക്കണം. ദാവൂദ് നബി അലൈഹി സ്വലാം 40 കൊല്ലം രാജാവായിട്ടുണ്ട്, 40 കൊല്ലം ഭരണം നടത്തിയിട്ടുള്ളതാണ്. മാത്രല്ല അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എന്താ? സൂറത്ത് സ്വാദ് 20-ാമത്തെ ആയത്ത്, വശദദ്നാ മുൽകഹു വആതൈനാഹുൽ ഹിക്മത വഫസ്ലൽ ഖിതാബ്. വശദദ്നാ മുൽകഹു എന്നാ പറയുന്നത്. അദ്ദേഹത്തിന്റെ രാജാധിപത്യത്തെ നാം ശക്തിപ്പെടുത്തി കൊടുത്തിരുന്നു. വലിയ അധികാരമായിരുന്നു, നല്ല പവറായിരുന്നു. രാജഭരണം എന്ന് പറഞ്ഞാൽ അത്ര നല്ല ഭരണമായിരുന്നു. വാതൈനാഹുൽ ഹിക്മത, അദ്ദേഹത്തിന് നാം നുബുവത്തും കൊടുത്തു, നുബുവത്തും നാം അദ്ദേഹത്തിന് നൽകിയിരുന്നു. മാത്രല്ല അടുത്ത സ്വഭാവം നോക്കൂ, വഫസ്ലൽ ഖിതാബ്, നല്ല പ്രസംഗ പാടവം, സംസാര ചാതുരി ഉണ്ടായിരുന്ന ആളായിരുന്നു. പറഞ്ഞാൽ ആരും കേട്ടിരുന്നു പോകും. ആ ഭാഷണത്തിന്റെ, ആ സംസാരത്തിന്റെ മേന്മ, അതാണ് ഫസ്ലുൽ ഖിതാബ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്നാണ്. മാത്രല്ല നല്ല സ്വരമാധുരി നൽകപ്പെട്ട വ്യക്തിത്വമായിരുന്നു. വആതൈനാ ദാവൂദ സബൂറ, അല്ലാഹു അദ്ദേഹത്തിന് നൽകിയ വേദഗ്രന്ഥമായിരുന്നു അത് സബൂർ. ആ സബൂർ ഇങ്ങനെ അദ്ദേഹം പാരായണം ചെയ്യുമ്പോൾ പക്ഷിപർവാദികളും പർവ്വതങ്ങളും വരെ ഇങ്ങനെ അത് സാഗൂതം ശ്രവിക്കുമായിരുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ ചുറ്റും പക്ഷിപർവാദികളൊക്കെ ഇങ്ങനെ വന്നുകൂടും. ദാവൂദ് നബി അലൈഹിസ്സലാം എന്ത് പാരായണം ചെയ്യുമ്പോൾ? സബൂർ പാരായണം ചെയ്യുമ്പോൾ. അദ്ദേഹത്തിന്റെ ഒരു മുഅ്ജിസത്ത് എന്ന നിലക്കാണ് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്വരമാധുരിയെ ഉപമിച്ചത് എന്തിനോടാണെന്നറിയോ? മിസ്മാറിനോടാണ്. അല്ല, വീണമീട്ടുന്ന ശബ്ദമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് മിസ്മാർ. വആതൈനാ ദാവൂദ സബൂറ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു ഖുർആൻ പാരായണം ചെയ്യുന്നത് ഇങ്ങനെ നബി അള്ളാഹിന്റെ റസൂൽ ഒരിക്കൽ കേട്ടു. ആരാ പാരായണം ചെയ്യുന്നത്? അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഖുർആൻ പാരായണം ചെയ്യാൻ അള്ളാഹിന്റെ റസൂൽ അതിങ്ങനെ കേട്ടിട്ട്, മാഷാ അല്ലാഹ്, ലഖദ് ഊതിയ അബൂ മൂസ മിൻ മസാമീരി ആലി ദാവൂദ്, ദാവൂദിന്റെ കുടുംബത്തിന്റെ മിസ്മാർ നൽകപ്പെട്ട, അഥവാ ദാവൂദ് അലൈഹി ഇസ്ലാമിനെയാണ് ആര് ദാവൂദ് കൊണ്ട് ഉദ്ദേശിച്ചത്. ആ ദാവൂദിന് നൽകപ്പെട്ട മിസ്മാറിൽ നിന്ന് നൽകപ്പെട്ട ആളാണ് ആര്? അബൂ മൂസ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടായി. ഇത് പറഞ്ഞുകൊണ്ട് ചില ചങ്ങായിമാര് പറയാറുണ്ട്, കണ്ടില്ലേ, ദാവൂദ് നബിക്ക് മിസ്മാർ ഉണ്ടായിരുന്നു, അപ്പൊ സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കാം. ദാവൂദ് നബി വീണ മീട്ടിയിരുന്നു. മാത്രല്ല അബൂ മൂസക്ക് ആ വീണ നൽകപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സഹാബികളും വീണ മീട്ടിയിരുന്നു. അതുകൊണ്ട് സംഗീതോപകരണങ്ങളൊന്നും നിഷിദ്ധല്ല. മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് അനുവദനീയമാണ് എന്ന് ചില ആളുകൾ ദുർവ്യാഖ്യാനിക്കാറുണ്ട്. എന്നാൽ ഈ മിസ്മാറിനെ കുറിച്ച് വന്നിട്ടുള്ള ബുഖാരിയിലെയും മുസ്ലിമിലെ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഖാലൽ ഉലമാഉ, പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്, ഇൽമുള്ളവര് പറയട്ടെ, അൽ മുറാദു ബിൽ മിസ്മാരി ഹുന, ഇവിടത്തെ മിസ്മാർ കൊണ്ട് ഉദ്ദേശം മ്യൂസിക് ഇൻസ്ട്രുമെന്റ് അല്ല. അതിന്റെ ഉദ്ദേശം എന്താണ്? അസ്സൗത്തുൽ ഹസൻ, നല്ല സ്വരമാതിരിയുള്ള ആ സൗണ്ടാണ് ആ ഉദ്ദേശിച്ചത്. എന്നിട്ട് അദ്ദേഹം തുടർന്നുകൊണ്ട് പറയാണ്, വക്കാന ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം ആയിരുന്നു ഹസനു സൗത്തി ജിദ്ദ, അങ്ങേയറ്റത്തെ സ്വരമാധുരി നൽകപ്പെട്ട വ്യക്തിത്വമായിരുന്നു. ഷറഹ് മുസ്ലിമിൽ കാണാം. അപ്പൊ ഇതൊക്കെ എടുത്ത് ദുർവ്യാഖ്യാനിക്കാറുണ്ട്. ഇപ്പൊ പലരും സോഷ്യൽ മീഡിയയിലൊക്കെ പലരും എഴുതണമൊക്കെ കാണാം നമുക്ക്. ഉണ്ടോ, മിസ്മാറൊക്കെ അനുവദനീയാണ്, ദാവൂദ് നബി മിസ്മാർ ഉണ്ടായിരുന്നു, സഹാബികളൊക്കെ മിസ്മാർ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് ഈ മ്യൂസിക് പാടില്ല, സംഗീതോപകരണങ്ങളൊന്നും പാടില്ല എന്ന് ഈ പിന്തിരിപ്പന്മാര് മാത്രമേ പറയുന്നുള്ളൂ എന്നൊക്കെ പലരും പറയാറുണ്ട്. അള്ളാഹു എല്ലാവർക്കും നന്മയിലേക്ക് മനസ്സുകളെ തിരിച്ചുവിടട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അപ്പോ മഹാനായ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് ഈ വിധത്തിലുള്ള ഒരുപാട് എന്തൊക്കെ നമ്മൾ പറഞ്ഞു.
എന്തൊക്കെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അപ്പോൾ പെട്ടെന്ന് പറയാൻ കഴിയില്ല. അതിനെ നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് പഠിക്കും വേണം നമ്മൾ. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഖുർആൻ എത്ര സ്ഥലത്ത് പറഞ്ഞു, എന്തെല്ലാം കഴിവുകൾ നൽകപ്പെട്ടു, ഏതെല്ലാം പ്രത്യേകതകൾ ഉണ്ടായിരുന്നു, എന്നൊക്കെ എത്ര കൊല്ലം ഭരണം നടത്തി, ഏതെല്ലാം വിധത്തിലുള്ള പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ അദ്ദേഹത്തിന് നൽകപ്പെട്ട ഇൽമിന്റെ വ്യാഖ്യാനായിട്ടപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത്.